ഹലോ. എടി എന്തുവാ? എടി ദേഷ്യപ്പെടുന്നെന്തുവടി? എനിക്കൊന്നും കേക്കണ്ട. ഞാൻ കണ്ണത്തി കൂടുതലല്ലല്ലോ ഒന്നും കേക്കുന്നേ. എടി എന്തിനാ ഇപ്പൊ അത് വിളിച്ചേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിളിച്ചിട്ട് പോവാൻ. എടി അത് പറ്റിപ്പോയി. എന്തോ പറ്റിപ്പോവാൻ? ഇതൊക്കെയാണോ പറ്റിപ്പോന്നേ? ഇങ്ങനാണെങ്കിൽ നീ വേറെ പലതും ചെയ്തിട്ട് വന്ന് പറ്റിപ്പോയെന്ന് പറയുമല്ലോ. എടി അപ്പഴെന്തോ എന്തോന്ന് അറിയത്തില്ല, അങ്ങ് പറ്റിപ്പോയി. ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും പറയാനില്ലെന്ന്. നീ പോയി അവളുടെയും എടി പിടിച്ചോണ്ട് അങ്ങിരുന്നാ മതി. നീ പോയി എടി അവളുടെ പോരെങ്കിൽ വേറെ 2-3 ആൾമാരൊക്കെ ഉണ്ടല്ലേ. ആൾമാരുടെയൊക്കെ പോയി പിടിക്കേ. എടി ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. പെട്ടെന്ന് നമ്മള് കുറച്ചു മുന്നേ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയല്ലേ, പെട്ടെന്ന് എന്തോ അങ്ങനെ പറ്റിപ്പോയതാ. ഇങ്ങനാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് നീ പറ്റിപ്പോയെന്ന് പറയാൻ? ഇങ്ങനെയാണെങ്കിൽ നീ അവളുടെ കൂടെ പോയി കിടന്നിട്ട് എല്ലാം ചെയ്തിട്ട് നീ വന്ന് പറയുമല്ലേ അപ്പൊ അതും പറ്റിപ്പോയതാന്ന്. എടി ഒന്ന് പിടിച്ചെന്നല്ലേ ഉള്ളൂ. ഞാൻ പിടിക്കുന്നത് വേറൊന്നും. അത്ര നിസ്സാര കാര്യമാണോ? എടി അപ്പോഴത്തെ ആ ഒരു മാനസിക ഞാൻ ഇതൊക്കെ തരാതിരുന്ന കാര്യമാണോ? എടി നീ എന്നിട്ട് എനിക്കെല്ലാം ഞാൻ ചോദിക്കുന്നത് പിടിക്കാനെല്ലാം പറ. തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉണ്ട് ചോദിക്കുന്നതിന് മറുപടി നീ ആദ്യം പറ. ഉണ്ട് തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നിട്ടില്ലേ? ഓ ഉണ്ട്. പിടിക്കാനും എടുക്കാനും മാത്രമല്ല. എന്നിട്ട് നീ പിന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമാണെങ്കിൽ പിന്നെ നീ എന്നെ വെച്ചോണ്ട് നടക്കുന്നത് എന്തിനാ? എടി ഞാൻ പെട്ടെന്ന് എന്തോ എനിക്ക് പറയാനാ. നേരത്തെ സംശയമുണ്ട് നിങ്ങളുടെ കാര്യത്തില്. നേരത്തെ എടി സത്യമായിട്ടും ഭയങ്കര ആദ്യമായിട്ടങ്ങ് കൂട്ടുകാരിയാന്ന് പറഞ്ഞ് പറ്റിപ്പോയതാ. കൊണ്ട് നടക്കുവാ. ഭയങ്കര കൂട്ടുകാരിയാന്നും പറഞ്ഞ്. ഇതിപ്പോ എടി എന്റെ കൺമുമ്പിൽ കണ്ടത് ആദ്യം കാര്യമായി. ഇല്ലെങ്കിൽ ഇനി എന്നെ പൊട്ടിയാക്കൊണ്ട് നടക്കത്തേ ഉള്ളായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ. എടി സത്യമായിട്ടും പൊട്ടിയാക്കിയതൊന്നുമല്ല. അപ്പോഴെനിക്ക് എന്തോ പറ്റിപ്പോയി. നീ ഇത് തന്നെ കാണുന്ന നീ ചിരിച്ചോണ്ടാ പറയുന്ന കണക്ക് എനിക്ക് തോന്നുന്നേ. എടി നിനക്ക് ഇല്ല, ഒരു സീരിയസ്നെസ് ഇല്ലാത്ത നീ എന്നെ പൊട്ടിയാക്കാൻ നോക്കുവാണോ? എടി അല്ലെന്ന് കാര്യമായിട്ടാ പറഞ്ഞേ. അത് അപ്പോഴത്തേക്ക് ആ ഒരു മാനസികാവസ്ഥയില് പറ്റിപ്പോയി. ഞാൻ സോറി പറഞ്ഞില്ലേ, അത് എനിക്ക് അറിയത്തില്ല. അവനെ നീ സോറി പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ല എന്തൊക്കെ അല്ല ചെയ്തിട്ട് വന്നിട്ട് സോറി പറയാൻ അറിയാം, പറ്റും? മനസ്സിലായി. അത് നേടാ. നീ ഒന്ന് ആലോചിച്ച. ഞാൻ ഒന്നും പറയുന്നില്ല. നീ വെച്ചിട്ട് പോകുന്നുണ്ടോ? എടി വെക്കല്ലേ. എടി ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെ ആ ഒരു നിമിഷത്തെ അവള് വന്ന് അടുത്ത് നിന്ന സമയത്ത് എന്തോ അങ്ങനെ പിടിച്ചു പോയതാ. ഇങ്ങനാണെങ്കിൽ ഒരു പെണ്ണിന് നിന്നെ വിശ്വസിച്ചൊന്നും എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ല, ഒരു അവളുടെ ആ പെണ്ണ് ഒരു നിന്റെ അടുത്ത് നിന്നപ്പോ അറ്റാച്ച്മെന്റും അത് കാര്യങ്ങളും തന്നെ എല്ലാം ഞാൻ കൂടെ പറഞ്ഞേ. വന്ന്. അത് തന്നെ പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും ബിഹേവിയർ ശരിയല്ല. ഇതിനെപ്പറ്റി ഞാൻ പണ്ട് പറഞ്ഞപ്പോ നീ പറഞ്ഞ എനിക്ക് ടോക്സിക് ആന്നാ. എടി ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യമായിട്ട് പറ്റിയൊരു സംഭവമാ. അത് എന്താന്ന് ആദ്യമായിട്ട് അറിയത്തില്ല. എന്റെ കണ്ണിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഇതിനു മുമ്പ് അല്ല എത്ര അല്ല വട്ടം. അല്ല കാരണം അല്ലല്ല. ഞാൻ പറയട്ടെ അവിടെ PSC എഴുതാൻ കൊണ്ടാക്കിയ നീ തന്നെയല്ലേ കൊല്ലത്ത്? എടി അപ്പൊ ആണ് നിങ്ങൾ അത്. അപ്പഴേ അത് സത്യമാണല്ലോ. അതും ഞാൻ എങ്ങനെ അറിയും? ഇതിന്റെയൊക്കെ പേരിൽ നമ്മൾ 100 വട്ടം വഴക്കുണ്ടാക്കിയത്. ഇതിപ്പോ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാ നീ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്നെ കടിച്ചു കയറാൻ നിന്നേനെ. എടി സമ്മതിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഒരു പറ്റിപ്പോയതുകൊണ്ടാ. എനിക്ക് കേക്കണ്ട. ഇതോടുകൂടി എല്ലാം ഇവിടെ നിർത്തിയേ പറ്റും. എടി നമ്മളിപ്പോ അതല്ല. എനിക്ക് പറ്റത്തില്ല ഇനി മുന്നോട്ട് പോകാൻ. എടി ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. വേണ്ട, എനിക്ക് കേക്കണ്ട. പറ്റത്തില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എനിക്ക് ഒന്നാതെ നിങ്ങളും അവളുമായിട്ടുള്ള ബിഹേവിയർ, അതേ ഫ്രണ്ട്ഷിപ്പ് എനിക്കിഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ എന്ന് വെച്ചാൽ ഒരാണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്. എനിക്കും ഉണ്ട് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ. പക്ഷെ എന്നും പറഞ്ഞ് ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ പണ്ട് തൊട്ടേ ഇതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്നെ കടിച്ചു കയറാൻ വേണ്ടി എടി നിൽക്കുമായിരുന്നു. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറയാലേ, ഇന്ന് പറ്റിപ്പോയതാ. വേണ്ട, അന്ന് നീ അവൾ ഇന്ന് വന്ന് അടുത്ത് പറയുന്നതൊന്നും നിന്നപ്പോഴും എനിക്കിനി അടുത്ത് കേക്കണ്ട. ടച്ച് ചെയ്തപ്പോഴും അറിയാതെ കാരണം പറ്റിപ്പോയതാ. നീ പറയുന്നൊന്നും എനിക്ക് കേക്കണ്ട. നീ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത്രയും നാള് നീ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നെ പറ്റിച്ചോണ്ടിരുന്നത്. ഇല്ലില്ല, ഇതിപ്പോ അവള് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ബാക്കിൽ കൂടെ ദൈവമായിട്ട് കെട്ടിപ്പിടിച്ചപ്പോഴും അപ്പൊ എനിക്ക് നീ എന്തു പറയാനാ, അങ്ങനെ പറ്റിപ്പോയി. അതാ പറഞ്ഞ അവളുടെ ബിഹേവിയർ ശരിയല്ലെന്ന്. ഇതാണോ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞപ്പോ നീ കേട്ടോ? ഇല്ല, ഞാൻ ഇനി നിർത്താം. ഇനി അവളുമായിട്ട് ഒരു പറ്റത്തില്ല. നിങ്ങൾ തമ്മിൽ വേറെ ഫിസിക്കൽ റിലേഷൻ നടന്നെന്നും ഞാൻ അറിഞ്ഞു. കേട്ടോ? നിന്റെ അടുത്ത് ഇത് ആര് പറഞ്ഞേ? എന്റെ അടുത്ത് ആരും, എന്റെ അടുത്ത് അവള് തന്നെ പറഞ്ഞു. ഞാൻ അവളെ തന്നെ വിളിച്ച് പറയാൻ വേണ്ടിട്ട് അവളെ വിളിച്ച്. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിഞ്ഞേറി വന്നപ്പോ അവള് പറയുന്നത്. എടി ഒരു വട്ടം അവളുടെ വീട്ടിൽ ഞാൻ രാത്രി ഇതുപോലെ പോയായിരുന്നു. അപ്പം എനിക്ക് കേൾക്കണ്ട ചെയ്തിട്ടുണ്ട്. അവളെ. നീ കൂള് കട്ട് ചെയ്തിട്ട് നീ വെച്ചിട്ട് പോകുന്നതിന്റെ കാര്യം എടി നോക്കി. വെക്കല്ലേ, നീ ഞാൻ അവളുടെ പറയട്ടെ. കൂട്ടത്തിലോ ഏത് അവൾമാരുടെ കൂട്ടത്തിലോ നീ പോയി എന്നെ വിട്ടേക്ക്. എടി പറയട്ടെ. ഈ 3 വർഷം നീ എന്നെ പിന്നെ എന്തിനാ നീ കൊണ്ട് നടന്നേ?
ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിന് മുന്നേ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഒരു ദിവസം അവക്കടെ വീട്ടിൽ പോയ സമയത്ത് അല്ല പറ്റിപ്പോയതാണ്. അന്ന് എങ്കിൽ പിന്നെ എന്നായിരുന്നു വെച്ച് അവളെ, കഴിഞ്ഞാ ഞാനതാ ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ അവളെ കൊണ്ടു നടന്നാ പോരെ? ഇല്ല, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വേറെ നടക്കുന്നത്? നിങ്ങൾക്ക് ഏഹ്, രണ്ടുപേർക്കും ഇങ്ങനെ നടക്കാനാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എന്നെ അതേ കണക്ക് എനിക്ക് പറയാനുണ്ട്. അവക്കൊണ്ടല്ലേ അവളെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന ഒരുത്തൻ. എടി അവനെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം നീ എന്നെ പറ്റിക്കുന്ന കാര്യമായിരിക്കും അവൾ അവനെ പറ്റിക്കുന്നേ. അത് എടി അവനൊന്നും നമുക്ക് അന്ന് പറയാനില്ല. അവക്കടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആരും ഇല്ലായിരുന്നു. അന്ന് കാരണം പിന്നെ ഒരു ഒന്ന് കാര്യം പറ്റി. പറട്ടെ, ആ പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. അവളുമായിട്ട് വിളിച്ചപ്പോ ഞാനേ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അവനെ കേൾപ്പിച്ചു കൊടുക്കും. നീ അവരുടെ ചുമ്മാ നീ അത് വീട്. ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഇല്ല, പറഞ്ഞില്ലേ? എനിക്ക് ഇനി ഉണ്ടായാലോ ഉണ്ടായില്ലെങ്കിലും ശരി, എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ ഇപ്പം തന്നെ നീ പറഞ്ഞല്ലോ അവരുടെ വീട്ടിൽ രാത്രി പോയെന്ന് നീ സമ്മതിച്ചല്ലോ. രാത്രി എന്തിനാ പോയത്? അമ്പലത്തിലാണോ പോയത്? അവളുടെ വീട്ടിലല്ലേ പോയത്? എടി പിന്നെ എന്തിനാ പോയത്? അന്ന് അവള് വിളിച്ചിട്ട് പോയതാ. ആ അത് പാതിരാത്രിക്ക് ഇതിനു വേണ്ടിയൊന്നും അല്ലായിരുന്നു. പിന്നെ അവക്കടെ റിലേഷൻ. പാതിരാത്രിക്ക് ഒരുത്തിയുടെ വീട്ടിൽ പോകുന്ന എന്തോത്തിനാ? എടി അവിടുന്ന് അവരുടെ പഠിക്കാനോ? അവരുടെ സദ്യ കഴിക്കാനോ? എടി അവക്കടെ റിലേഷന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് അവക്ക് ഒരു ഫോൺ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോയതാന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞു വിട്ട്. അങ്ങനെ അവള് അത്രേ നടന്നുള്ളൂ അവിടെ. ഇല്ല, പക്ഷെ അവൾ എൻ്റെ അടുത്ത് അങ്ങനല്ലല്ലോ പറഞ്ഞത്. പോയ സമയത്ത് പറ്റിയായിരുന്നു. അന്ന് ഒരു തവണ എന്താ പറ്റി? ഞങ്ങള് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാ അവള് വെളിയിറങ്ങി വന്നായിരുന്നു ഫോൺ മേടിക്കാൻ വേണ്ടി. ഇരുട്ടും കൂടെ ആയിരുന്നു. ഉം, അപ്പോഴത്തേക്ക് അവിടെ ആരോ എഴുന്നേറ്റുന്നുണ്ടോ പറഞ്ഞുകൊണ്ട് അവൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് പോയി. ഉം. ഇങ്ങോട്ട് പോയി നിന്ന സമയത്ത് അവക്കടെ വീട്ടിന്റെ ബാക്ക് ഒരു ഇടുങ്ങിയതാന്ന് നിനക്കറിയില്ല. നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ഇടുങ്ങിയ സ്ഥലത്ത് നിന്നപ്പം ഇതേ ഇന്ന് നീ എങ്ങനെയാ കണ്ടത് അതേ കണക്ക് നിന്ന്. അതേ കണക്ക് മാത്രമല്ല, നീ അവളുടെ റൂമിൽ കയറി നിങ്ങൾ തമ്മിൽ പറയട്ടെ, അന്ന് നിന്ന് അങ്ങനെ അങ്ങനെ നിന്ന് ഒരു ലിപ്പ് അടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവക്കടെ റൂമിൽ കയറിയത്. അത് അവൾ എന്നെ വിളിച്ചോണ്ട് പോയതാ. ഇന്ന് അവള് വിളിക്കുമ്പോ നീ എല്ലായിടത്തും പോകുന്നത് എന്തിനാ? ഇതാ എടി ഞാൻ ആ പറഞ്ഞത്. ഒരു എനിക്ക് അതാ പറ്റുന്നില്ല, ഞാൻ എനിക്ക് പറഞ്ഞത്. ആ ആലോചിച്ചപ്പോ ഇപ്പം സംഭവം അപ്പോഴ് പറ്റിപ്പോയി. അപ്പോഴ് ആ ഒരു ഒന്നാമത്തെ രാത്രിയില് എനിക്കറിയത്തില്ല അങ്ങനെ പറ്റിപ്പോയി. ഞാൻ ഇതിനു മുന്നേ നിന്റെ അടുത്തല്ലാതെ അങ്ങനെ അതും പോയിട്ടില്ല. പറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇതും പറ്റിപ്പോയി. ഇനി എന്തൊക്കെ പറ്റിപ്പോയെന്ന് ഇത് പറയാനിരിക്കുന്നു നീ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഒരു പറ്റത്തില്ല, എനിക്കിനി വിശ്വസിച്ചോണ്ട് എന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോ കേൾക്കുന്ന എന്റെ മാനസികാവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. 2-3 മനസ്സിലായി. വർഷത്തെ പ്രണയമൊന്നും പറഞ്ഞ് ഇനി ഭയങ്കര ഇതായിട്ട് എടി കൊണ്ടു ഇല്ല, നടന്നിട്ട് ഇനി അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ചതിച്ചു തരും. വേണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് കിടന്നുരുകാൻ. ഇതിന്റെ പേരിൽ എന്തൊക്കെ ഞാൻ കേട്ടെ, എന്നെ എന്തോരം കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് നീ. എനിക്ക് എടി ടോക്സിക് റിലേഷൻഷിപ്പായി, എനിക്ക് സംശയമാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ പലരുമായിട്ട് നീ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. എടി അത് വീട്. ഇനി എനിക്ക് അങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറ്റത്തില്ല. പറഞ്ഞില്ലേ? എടി ഞാൻ വേണ്ട, പ്രോമിസ് ചെയ്യാം. പ്രോമിസ് ചെയ്താലും പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു തവണ ഒരാളിലുള്ള വിശ്വാസം പോയി കഴിഞ്ഞാൽ ഇനി അത് ദൈവമാണെങ്കിൽ കൂടി നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി എത്രയെന്ന് പറഞ്ഞാലും ഇനി റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് നിന്റെ അടുത്ത് ഇന്നലെ രാവിലെ വരെ ഉണ്ടായിരുന്ന സ്നേഹം ഒരിക്കലും നിന്നോട് എനിക്ക് ഉണ്ടാവത്തില്ല. ആ എടി ഇനി കാഴ്ച ഉണ്ടാവത്തില്ല. ഇനി ഞാൻ കണ്ടതോടുകൂടി അവളുമായിട്ട് ഒരു കോണ്ടാക്ടോ കാര്യങ്ങളോ ഒന്നും നീ വെക്കത്തില്ല. അവളുമായിട്ട് കോണ്ടാക്ട്, അവള് തന്നെ ഇത്ര ധൈര്യത്തോടു കൂടി, അവളെ 4 ചീത്ത വിളിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. അപ്പൊ ഇത്ര ധൈര്യത്തോടു കൂടി അവൾ എൻ്റെ അടുത്താ ഇങ്ങോട്ട് പറഞ്ഞേ. അവൻ എൻ്റെ കൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാൻ കൊള്ളത്തില്ല അവള് പറഞ്ഞ വാക്കുകൾ. അവൻ എടി എൻ്റെ നീ കൂടെ അത് അങ്ങനെ വീട്. ഇനി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇല്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നീ ഇറങ്ങിപ്പോടി, നീ ആടി ഞങ്ങളുടെ ഇടയിൽ കയറി വന്നേന്ന് ആയിരിക്കും. ഒന്നുമല്ല, ഞാൻ അങ്ങോട്ട് പിറകെ വന്ന് നടന്നൊന്നും അല്ലല്ലോ. എടി ആ മരുന്ന് വട്ടാ സത്യത്തിൽ. ഇത് എനിക്കൊന്ന് നീ നടന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സമ്മതിച്ച്. അടുത്ത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതും മതി. ഇനി ഒരു കാര്യം പറയട്ടെ, ഒരുത്തി ഇരിക്കുന്ന സമയത്ത് വേറൊരുത്തിയുടെ കൂടെ പോയി എല്ലാം ചെയ്ത് കൊണ്ട് നടക്കുവാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യം എന്തിനാ? എങ്കിൽ പിന്നെ നീ എന്നെ അങ്ങനെ ചെയ്യാതിരിക്കണമായിരുന്നു. നീ അവള് എന്നെ എല്ലാം ചെയ്ത് എന്നെയും ഉപയോഗിക്കുന്നുണ്ട്, കൂടെ അവളെ ഉപയോഗിച്ച് കൊണ്ട് നടക്കേണ്ട ഇല്ലടി, ആവശ്യമില്ല. ഇല്ല. ഞാൻ ഒരു തവണ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ അവളെല്ലാവരും തവണയേ ഉള്ളൂ. അത് അവരുടെ വീട്ടിൽ പോയ സന്തോഷം സമയത്തേ ഉള്ളൂ. ഉണ്ടായിരുന്നല്ലേ? അല്ലാതെ ഒന്നും എന്നിട്ട് നീ അവൾ പറ്റിയിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഞാനല്ലേ നിന്റെയൊക്കെ ഇടയിൽ കിടന്നിങ്ങനെ എനിക്ക് വയ്യ. ഞാനും പിന്നെ ആ ചെറുക്കനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും നിന്റെയൊക്കെ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ
ഇല്ലാതാകും. എടി പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. പറ്റിപ്പോയിന്ന് പറഞ്ഞില്ലേ, അതിന് പിന്നെ എന്ത് ഇപ്പൊ കഴിഞ്ഞെന്ന് കൂട്ടിയാ പോരെ. കഴിഞ്ഞത് ഇനി കഴിഞ്ഞത് അങ്ങനെ കൂട്ടാം. സംഭവിക്കത്തില്ലെന്ന് ഞാൻ ഓക്കെ, പറഞ്ഞില്ലേ. കഴിഞ്ഞത് കഴിഞ്ഞതായിട്ട് കൂട്ടാം. അതേപോലെ നീയും കഴിഞ്ഞത് കഴിഞ്ഞതായിട്ട് കൂട്ടാം. നമ്മൾ തമ്മിലൊരു റിലേഷൻ ഉള്ളതായിട്ട് നീ അങ്ങ് മറന്നേക്ക. നമ്മളൊന്നും ഒരു റിലേഷനും ഇല്ലായിരുന്നു, നീയും മറന്നിരുന്നാൽ മതി. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ ഞാൻ എത്രയും പറഞ്ഞാലും നീ ഞാനല്ലാതെ വേറൊരുത്തേക്ക് നീ ഫിസിക്കൽ റിലേഷൻ നടത്തി എന്ന് നീയും പറഞ്ഞു. ഇന്ന് രാവിലെ അവളെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത്, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ നടന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞ കാര്യമാ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങളും അത് ഉറപ്പിച്ച് തന്നെ പറഞ്ഞല്ലോ. എടി ഞാനത് നടന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. പറയട്ടെ, ഇത് മതി. പിന്നെ നീ എങ്ങനെ ഞാൻ നിന്റെ കൂടെ നടക്കും? നീ ഒന്ന് പറ. ഇപ്പൊ അവള് തമ്മിലുള്ള ഫിസിക്കൽ റിലേഷനെ നിങ്ങൾ രണ്ടും മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഇക്കാര്യം അറിയാം. അതറിയാമോ? എടി ആ മൈരി ഇങ്ങനെ നടന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എടാ, ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്തത് തെറ്റാണ്. നീ ചെയ്ത തെറ്റാന്ന് നിനക്കറിയൊക്കെ സമയത്ത് എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. നിനക്ക് ഇപ്പൊ എന്താ വേണം? ഇത് എനിക്ക് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാനിരിക്കെ വേറൊരുത്തിയുടെ കൂടെ നീ ഇങ്ങനെ പോയിട്ടും പിന്നെയും നിന്റെ കൂടെ ഞാൻ നടന്നു കഴിഞ്ഞാ നീ തെറ്റ് തന്നെ ആവർത്തിക്കും. ഇനി ഞാൻ താന്ന് തരുന്ന കാര്യമില്ല. ഇത്രയും നാളും നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. നിനക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് വയ്യ ഇനി പറഞ്ഞിടന്ന് കരയാൻ. ഇപ്പം തന്നെ എനിക്ക് വയ്യ. എനിക്ക് എൻ്റെ തൊണ്ടയൊക്കെ പോയി. നിന്റെ കൂടെയൊക്കെ പറയുന്ന സമയം കൊണ്ട് ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. ഇനി ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ. വേണ്ട, എനിക്ക് അറിയണ്ട. എനിക്ക് ഒന്നും കേൾക്കുകയും വേണ്ട. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് നിർത്തിയേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്താലും നിനക്ക് ഭയങ്കര അങ്ങ് തെണ്ണമായിരുന്നല്ലോ. എൻ്റെ കസിൻസിനൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ എന്തൊക്കെയായിരുന്നു പറയുന്നേ? എന്നെ നീ എന്തൊക്കെ വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ കസിൻസിൻ്റെ കൂടെ എവിടെയെങ്കിലും ഞാനൊന്ന് പോയാലോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ടൂറ് പോയാൽ പോലും നീ എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ്റെ കൂടെ അങ്ങനെ കിടക്കാൻ പോയതാണ്. എന്നിട്ടിപ്പം നീ എന്തോ കാണിച്ചേക്കുന്നേ? എന്തായാലും നിന്നെയൊക്കെ പോലെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല കേട്ടോ. അവക്കിട്ടുള്ളത് ഞാൻ കൊടുക്കും. അവക്കിട്ടുള്ളത് പിന്നെ ഇന്ന് ഇതിവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി നീയുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, അവളുമായിട്ടും ഒരു കോണ്ടാക്റ്റ് കാണത്തില്ല. പക്ഷേ അവളുടെ ചെറുക്കനെ ഞാൻ അറിയിക്കാനുള്ളത് അറിയിക്കും. കാരണം ആ ചെറുക്കനും കൂടി ഇങ്ങനെ നിന്റെയൊക്കെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കോമാളി ആവേണ്ട കാര്യമില്ല. അവനും ഇത് അറിയട്ടെ. നീ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാന്നാണോ നീ പറയുന്നത്? അത് തന്നെയാ ഞാൻ പറയുന്നത്. സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാ ഞാൻ പറയുന്നത്. ഇതിനേക്കാളും നല്ലതെല്ലാം ഒരു ചാൻസ് കൂടെ നിനക്ക് തന്നൂടെ? ഒരു ചാൻസ് എടി ഇപ്പം കോളേജ് അവസാനമായി കഴിഞ്ഞില്ലേ. ഇനിയിപ്പോ അവളെ നമ്മൾ കാണാനോ ഞാൻ കാണാനോ അല്ലെങ്കിൽ അവൾ എന്നെ കാണാനോ ഒന്നും വരുന്നില്ല. ഇത് കഴിഞ്ഞില്ലേ. ഇല്ല, പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ. എടി പറ്റിപ്പോയി. എനിക്ക് കേൾക്കണ്ട അമല. നീ വെച്ചിട്ടൊന്ന് പോയി. ഇപ്പൊ നിന്റെ അടുത്ത് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. നീ പോയി എന്തെങ്കിലും ചെയ്. നീ പോയി അവളുടെ കൂടെയോ ഏതവളുടെ കൂടെ പോയി കിടക്കോ പിടിക്കോ. ഇപ്പൊ നിന്റെ അടുത്ത് ഒന്നും പറഞ്ഞ് എനിക്ക് മനസ്സിലാവത്തില്ല. നീ ആ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ടോ? നീ ഒന്ന് ക്ഷമിക്ക് ഈ തവണത്തേക്ക്. എനിക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ മന്ദബുദ്ധി തന്നെ. അതുകൊണ്ടല്ലേ ഇത്ര നാളെ നീയൊക്കെ രണ്ടും കൂടെ ചേർന്ന് ഒരു 3 വർഷമായിട്ട് പറ്റിക്കുന്നുണ്ടല്ലോ. ഇല്ലടി, അന്ന് ആ വീട്ടിൽ പോയതും ഇന്ന കോളേജ് വെച്ച് നടന്നതുമാണ്. ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ അത്രേ ഉള്ളൂ. അന്ന് ആ വീട്ടിൽ പോയ സമയത്ത് ഫോൺ കൊടുക്കാൻ പോയ സമയത്ത് പറ്റിയതാ. അപ്പോൾ മാത്രമേ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ളൂ? ഓ, അത്രേ ഉള്ളടി. ഉറപ്പാണോ? അതിന്റെ ഇടയ്ക്ക് ഒന്നും നടന്നിട്ടില്ല? ഇല്ലെന്ന്. ഒന്നും നടന്നു. പിന്നെ 1-2 തവണ കിസ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ. എടാ, നിനക്ക് ഇച്ചിരി എളുപ്പമുണ്ടോ? എനിക്ക് വയ്യ. നീ വെച്ചിട്ട് പോ പ്ലീസ്. കഷ്ടമുണ്ട്. എടി ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല, ഞാൻ ഉറപ്പ് തരാം. കഷ്ടമുണ്ട്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഞാൻ നിന്നെ വെറുത്തുപോയി. സത്യമായിട്ട് ഞാൻ വെറുത്തുപോയി. എനിക്കിപ്പോ ഒരു തരം സ്നേഹം പോലും ഇല്ല നിന്റെ അടുത്ത്. എനിക്കെല്ലാം മറക്കാൻ പറ്റും. ഈ 3 വർഷം കൊണ്ട് നമുക്കിടയിലുണ്ടായിരുന്ന ലവ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. നേരത്തെ സ്നേഹിക്കുന്നവർക്കും കൂടെ ഒരു ഇതാവാൻ ഇങ്ങനെ ഉണ്ടായ ഒരു ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഉണ്ടാവും. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം, ഒന്നും തുടങ്ങാം. പണി കിട്ടും അവക്കുള്ള നല്ല. കാരണം അവള് വിചാരിച്ചേക്കുന്നത് ഞാൻ കോള് റെക്കോർഡും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേക്ക്. കോള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് അവളുടെ പറയാനോ വിളിക്കാനോ പോകുന്നില്ല.
നീ ഇപ്പൊ ഈ കോള് കട്ട് ചെയ്താൽ നേരെ പോണ അവളെ വിളിക്കാനാന്ന് എനിക്കറിയാലോ. ഇല്ല. എനിക്കറിയാം. കാരണം ഞാൻ അവളെ വിളിച്ച് രാവിലെ ഞാൻ അവളെ വിളിച്ച് വെച്ചപ്പം തന്നെ നീ ഇങ്ങോട്ട് അയച്ച്. നീ അവളെ കോൾ ചെയ്ത് ഞാൻ അങ്ങോട്ട് വെച്ചൊരു 10 മിനിറ്റ് ആയില്ല. അതിനു മുമ്പ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കുന്നു, എടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അറിയാതെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി എന്ന്. അത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് അവൾ നിന്നെ വിളിച്ച് പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ അങ്ങ് നിരപരാധിയാവുക തുടക്കമേ. എടി ഇനി ഒന്ന് കേൾക്കണ്ട പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. കഷ്ടമുണ്ട്, എനിക്ക് താല്പര്യമില്ല. ഞാൻ തുറന്നടിച്ച് പറയാം, എനിക്കിപ്പോൾ ഒരു സങ്കടവും ഇല്ല. കാരണം എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ടല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് എനിക്കൊരു സങ്കടവും ഇല്ല, ഒന്നുമില്ല. നിന്നെപ്പോലെ ഒരുത്തനെ കെട്ടാത്തത് തന്നെ എൻ്റെ ഭാഗ്യം. അത് സത്യമായിട്ടും കേട്ടോ. നിന്നെപ്പോലെ ഒരുത്തനെ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ സങ്കടപ്പെടുകയല്ല, ഞാൻ പടക്കം പൊടിച്ച് ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞ. നിന്നെപ്പോലെ ഒരുത്തനെ കെട്ടിയാൽ തന്നെ തീർന്നു എൻ്റെ ജീവിതം. അപ്പൊ നമ്മൾ തമ്മിൽ നടന്നിട്ടുള്ള നിനക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റൂ? ഞാൻ മറക്കും. അങ്ങനെ നീ പിന്നെ അങ്ങ് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ നീ അങ്ങ് ഓർത്ത് വെച്ചിട്ടുള്ളവനാണെങ്കിൽ നീ ഇങ്ങനെ കണ്ടോൾമാരുടെ പോവും. ഇപ്പൊ നീ ദേവികയുടെ കൂടെ പോയെന്നേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അവളുടെ കൂടെ മാത്രമേ പോയിട്ടുള്ളൂ. അയ്യോ, അത് പോയിട്ടുള്ളൂ വെച്ചാൽ അന്ന് ഒരു വട്ടം പറ്റിപ്പോയി. നീ പറ്റിപ്പോയെന്ന് പറയണ്ട. കാര്യം ആരും പിടിച്ചു വെച്ച് കയറ്റിയതൊന്നും അല്ലല്ലോ. അല്ല, ആരും പിടിച്ചു വെച്ച് കയറ്റിയതൊന്നും അല്ല. അവൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് അവൾ ആ ഡ്രസ്സില് നൈറ്റ് വന്നപ്പം അറിയാതെ കൈ ഒന്ന് തട്ടിപ്പോയി അവിടെ. പിന്നെ നിനക്ക് അറിയാലേ. ഇത് തന്നെ ഞാൻ പറഞ്ഞ, നിനക്ക് ഞാനൊരു ചാൻസ് തന്നു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിൽ എനിക്ക് വന്ന് നിന്നാൽ നീ ആ ഒരു രീതിയിൽ തന്നെ കാണത്തുള്ളൂ പ്ലീസ്. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഇവിടെ നിർത്താം. നമ്മൾ തമ്മിൽ ഇനി ഒരു റിലേഷനും വേണ്ട. നീ എന്നെ വിളിക്കോ മെസ്സേജ് അയക്കോ, അതായത് ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇനി നിന്ന് കഴിഞ്ഞാൽ ഇത് വേറെ പല രീതിയിലും പ്രശ്നങ്ങളാവും. ഞാനല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, അറിയാലോ. അതൊക്കെ അറിയാം. അതുകൊണ്ട് വേണ്ട, നിർത്തുക. ഇതൊക്കെ നിന്റെ അടുത്ത് ഇപ്പം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. നാളെ ഞാൻ വിളിക്കാം. ഇപ്പൊ പറഞ്ഞാലും ഒപ്പം പറഞ്ഞാലും എനിക്കൊന്നും മനസ്സിലാവണ്ട. എന്തൊക്കെയായാലും കൊള്ളാം. ഇനി എന്നെ വിളിക്കരുത്, മേലെ എന്നെ വിളിക്കരുത്. ഞാൻ ബ്ലോക്ക് ആക്കുക. എന്തെങ്കിലും എനിക്ക് എൻ്റെ ഫോൺ വല്ലോ റീസ്റ്റോർ ചെയ്ത് അൺബ്ലോക്ക് ആകാൻ വേണ്ടി വന്നാൽ പോലും എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. ശരി, ഞാൻ കട്ടാക്കും. എനിക്കൊന്നും കേൾക്കണ്ട. കട്ട് ചെയ്യല്ലേ. പോടാ.